ഉമ്മത്തി ഉമ്മത്തും മർഹൂമത്തുൻ, എന്റെ സമുദായം അനുഗ്രഹിക്കപ്പെട്ട സമുദായമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ അവരുടെ ഈ അനുഗ്രഹത്തിന്റെ കാരണം എന്താ? വലാ അദാബ അലൈഹാ ഫിൽ ആഖിറ, അവർക്ക് ആഖിറത്തിൽ ശിക്ഷയില്ലാത്തവരാണ്. പിന്നെ വജഅല അല്ലാഹു ഫിദ് ദുനിയാ, അവരുടെ അദാബ് അല്ലാഹു തആല ദുനിയാവിൽ കൊടുത്തു തീർക്കുകയാണ്. ഏതാണ് അദാബ്? അൽ ഖത്ൽ വസ്സലാസിൽ വൽ ഫിത്ൻ നബിയുനാ റസൂലുള്ളാഹി. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എന്റെ ഉമ്മത്ത് അനുഗ്രഹിക്കപ്പെട്ട ഉമ്മത്താണ്. ആഖിറത്തിൽ അവർക്ക് ശിക്ഷയില്ല, അവരുടെ ശിക്ഷ ദുനിയാവിലാണ്. 3 വിധത്തിലാണ് ആ ശിക്ഷ. 1 കൊലപാതകങ്ങൾ, 2 പ്രകൃതി ദുരന്തങ്ങൾ, 3 ഫിത്നകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ 4 ദിവസം പറഞ്ഞാൽ തീരുവോ? എന്നേക്കാൾ ഗ്രഹിക്കാൻ കഴിവുള്ളവരാ എൻ്റെ ഈ സംസാരം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ. എന്നേക്കാൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാ. ഞാനെല്ലാം ഒരു സൂചനകൾ തന്നു പോകുന്നേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കിക്കുക. ഇതെല്ലാം നമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ വ്യാപകമായിരിക്കും. ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ചില അടയാളങ്ങൾ ഉണ്ടാകും. ആ അടയാളങ്ങളൊന്നും ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണില്ല. ആ അടയാളങ്ങളെങ്കിലും പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു ഹർജ് അധികരിക്കുന്നതാണ്. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് ഹർജ് നബിയെ? ഖാല അൽ ഖത്ൽ, കൊലപാതകങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വല്ല വിലയുണ്ടോ? പേപ്പട്ടിയുടെ വിലയുണ്ടോ ഇന്ന് സമുദായത്തിന്? ഇല്ല. ചുമ്മാ ഇങ്ങനെ തല്ലിക്കൊല്ലാണ്. തല്ലി 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 മരിക്കുന്നവരെ തല്ലി അങ്ങനെ മരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ മാതിരി ഇവിടെ നിന്നും അതിദാരുണമായി ശിക്ഷ വാങ്ങി മരിച്ചതിന്റെ ശേഷം പിന്നെ ആഖിറത്തിലും ശിക്ഷ കിട്ടുമോ? അതാണ് നബി തങ്ങൾ പറഞ്ഞ ഉമ്മത്തി ഉമ്മത്തും മർഹൂമത്തും. പക്ഷെ ഉമ്മത്താകണം. ഇവിടെയാണ് വിഷയം. ഇവിടെ വിഷയം നീ മരിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്, നിന്നെ തല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാണ്, നിന്നെ കൊല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആഖിറത്തിൽ ശിക്ഷയില്ലാതെ ഇതെല്ലാം അനുഭവിക്കുന്നവനാകണം. മുൻഗാമികളൊക്കെ ഒന്നും ഇതുപോലത്തെ അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നെഞ്ചില് കല്ല് കയറ്റി വെച്ചു, കഴുത്തില് കയറിട്ട് കെട്ടി, പരിപൂർണമായും നഗ്നമായ നിലയിൽ ആ മനുഷ്യനെ ചുട്ടുപൊള്ളുന്ന മലനാരുണ്യത്തിലൂടെ വലിച്ചു. അങ്ങനെ വലിച്ചപ്പോൾ തൊലി പോയി, മാംസം പോയി, എല്ല് തേഞ്ഞിട്ട് മജ്ജ പുറത്തു ചാടി തുടങ്ങി. അങ്ങനെയുള്ള നിലയിൽ ആ മനുഷ്യനെ ആക്രമിച്ചെങ്കിലും ഉപദ്രവിച്ചെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞു. റബ്ബി അല്ലാഹ്. ഇന്നങ്ങനെയല്ല, ഇന്നങ്ങനെയല്ല. മരിക്കുന്നത് വരെ ഉപദ്രവിക്കും. സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ഷഹീദത്ത് പോലെ അല്ല ഇന്നത്തെ ഷഹീദത്താവുന്ന വനിതകളുടെ അവസ്ഥ. 2 കൈകളും 2 ഭാഗത്തേക്ക് വരിഞ്ഞു കെട്ടി, 2 കാലുകളും 2 ഭാഗത്തേക്ക് വലിച്ചു കെട്ടി, ഇരുമ്പ് തീക്കകത്ത് വെച്ച് പഴുപ്പിച്ചതാ ഇരുമ്പിന്റെ കുന്തം കൊണ്ടുവന്ന് രഹസ്യഭാഗത്തേക്ക് കുത്തി അങ്ങോട്ട് കയറ്റുമ്പോൾ ഒന്ന് പിടയ്ക്കാൻ പോലും കഴിയാതെ ആ സഹോദരി അന്ത്യശ്വാസം വലിച്ചെങ്കിൽ 3 മിനിറ്റ് കൊണ്ടിട്ട് അവരുടെ ജീവൻ പോയി. 3 മിനിറ്റ് കൊണ്ട്. ഇന്ന് ഷഹീദത്താകുന്ന വനിതകൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. മുൻഗാമികൾക്കുണ്ടായ അനുഭവങ്ങളുടെ തുടർച്ച തന്നെ ഇത്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത ലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സത്തുഹുൽ ബഅസാ വല്ലറാ. മുൻഗാമികൾക്കുണ്ടായതായ ദുരിതങ്ങളും വിഷമങ്ങളും വേദനകളും ഒന്നും നിങ്ങൾക്ക് വരാതെ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് മനുഷ്യരെ? അവര് രക്ഷപ്പെട്ടത് ഇതെല്ലാം സഹിച്ചിട്ടാണ്. അതുപോലെ നിങ്ങളും സഹിക്കാൻ തയ്യാറാകണോ? എന്താ പറഞ്ഞു വന്നത്? സ്വസ്ഥതയില്ല, സമാധാനമില്ല. കേട്ടോണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം വേദനയുടെയും വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും വാർത്തകളാണ്. ഓരോ ദിവസവും കേൾക്കുന്നതിനേക്കാൾ കടുപ്പമേറിയതാ പിന്നെ ദിവസങ്ങളിൽ കേൾക്കുന്നത്.
പടച്ചവനെ ഈ വാർത്ത ഇനി കേൾക്കാൻ ഇടവരുത്തല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് കണ്ണുനീര് തൂത്ത് പേപ്പർ മടക്കി വെക്കുമ്പോൾ പിറ്റേ ദിവസം വായിക്കുന്ന പേപ്പർ അതിനേക്കാൾ കടുപ്പമേറിയതാണ്. അങ്ങനെ വായിച്ചു കേട്ടതായ മനുഷ്യൻ പള്ളിപ്പറമ്പിലേക്ക് വരുമ്പോൾ മീശാങ്കല്ല് കാണുമ്പോൾ ചിന്തിക്കുന്നു, യാ ലൈതനീ കുന്തു മകാനാ, പടച്ചവനെ ഞാൻ ഈ ഖബറാളിയെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. അത്രമാത്രം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് മുസ്ലിമിനല്ലേ ഉള്ളൂ ഇപ്പൊ ഈ രീതിയിലുള്ള ചിന്ത. ഞാൻ നേരത്തെ പറഞ്ഞവനക്ക് ആ ചിന്തയില്ല. അവന് ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട്, അവനക്ക് സഹായിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. പിന്നെന്താ പോടാ പുല്ലേ, എനിക്കൊന്നും പ്രശ്നമല്ല, ഞാൻ എന്തിനാ കബറിങ്ങ കാണുമ്പോ ഇത് പേടിക്കണേ. മുഅ്മിനാവൂല. നിന്റെ സഹോദരന് നിന്റെ സഹോദരിക്കുണ്ടാകുന്ന വേദനയിലും വിഷമത്തിലും നിനക്ക് വേദനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടൂല. അത്ര വലിയ ബന്ധമുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുന്ന് ചുമ്മാ അങ്ങോട്ട് ഓതിപ്പോയാ പോരാ. നിന്റെ ഒരു സഹോദരനുണ്ടാകുന്ന വിഷമത്തിൽ വേദനിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലേ നിനക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടാവില്ല. അപ്പൊ അത് ചിന്തിക്കുമ്പോ അസ്വസ്ഥത വരികയാണ്. അസ്വസ്ഥത വരുമ്പോൾ ആഗ്രഹിക്കുന്ന പടച്ചവനെ മരിച്ചായിരുന്നെങ്കിൽ. ചുമ്മാ അവിടെ മരിക്കലല്ലേ എന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല. വേണ്ട, മരിക്കേണ്ടത് എങ്ങനെയാണ്, മരിക്കാൻ ആഗ്രഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് അതേ പടച്ചവൻ വരാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ മരിക്കാൻ ആഗ്രഹിക്കേണ്ടത്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഇങ്ങനെയാണ് മരിക്കാൻ ആഗ്രഹിക്കേണ്ടത്. കബറിങ്ങ ചെന്ന് മരിക്കാൻ ആഗ്രഹിച്ചു എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കലല്ലാന്ന്. മനസ്സങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവാൻ, പടച്ചവനെ ഈ ദുനിയാവിന്ന് അങ്ങോട്ട്. മഹാന്മാരെയൊക്കെ ദുആ അങ്ങനെയല്ലേ. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين وإذا أردت بعبادك فتنة فاقبضنا إليك غير مفتونين. സഹാബാക്കൾപ്പെട്ട പലരും അങ്ങനെ ദുആ ചെയ്തതായിട്ടൊക്കെ ഹദീസിനകത്തൊക്കെ കാണാം. എന്താ പറഞ്ഞെന്നറിയോ? പടച്ചവനെ നന്മ പ്രവർത്തിക്കാൻ നീ എനിക്ക് അവസരം താട്ടെ അല്ലാഹ്. സാധുവിനോടും അവശരോടുമൊക്കെ എന്റെ ഹൃദയത്തിൽ നീ മഹബത്തുണ്ടാക്കി താട്ടെ അല്ലാഹ്. കണ്ടാ, മോശപ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നല്ലത് പ്രവർത്തിക്കാനും ചീത്ത ഒഴിവാക്കാനും നീ എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച തമ്പുരാനെ, അവശരോടും അവശത അനുഭവിക്കുന്നവരോടും വിഷമിക്കുന്നവരോടും അനുകമ്പയും സ്നേഹവും നീ എനിക്ക് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. وحب المساكين وإذا أردت بعبادك فتنة فقبضنا إليك غير مفتونين. പടച്ചവനെ, ഈ മനുഷ്യവർഗത്തിലേക്ക് നീ വല്ല നാശവും ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ നാശം വരുന്നതിന് മുമ്പ് നീ എന്നെ മൗത്താക്കണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യുന്ന നമ്മുടെ മുൻഗാമികളുടെ ദുആദാ. ഇന്നൊക്കെ അങ്ങനെ ദുആർക്കേണ്ട കാലാണ്. എന്നോട് എൻ്റെ ഒരു ഹബീബ്, അദ്ദേഹം മരിച്ചുപോയി അടുത്ത്, മേക്കാലടിയിലുള്ള പരീതുള്ള ഹജ്ജി എന്ന് പറയും. എൻ്റെ ഒറ്റൊരു ഹബീബായിരുന്നു, പെട്ടെന്ന് മരിച്ചു. സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിച്ചു. മഗ്രിബ് നമസ്കാരത്തിന്റെ ജമാഅത്ത് എടുക്കുമ്പോൾ ആള് ഖബറിലായി. എത്ര കൃത്യമായിട്ടാണ് നബിത്തങ്ങൾ പറഞ്ഞത് തന്നെ. ഇദാ അസ്ബഹത ഫലാ തന്തളിൽ മസാ ഇദാ അംസൈത ഫലാ തന്തളിൽ സബാഹ. സൂര്യാസ്തമയത്തിന് നീ ഇവിടെ സാക്ഷിയായാൽ സൂര്യ ഉദയത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. സൂര്യ ഉദയത്തിന് നീ ഇവിടെ സാക്ഷിയായാൽ അസ്തമയത്തിന് ഇവിടെ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. എന്റെ ഹബീബിന്റെ മരണം അങ്ങനെ തന്നെയായിരുന്നു. അല്ലാഹുവേ, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് നാളെ അർശിന്റെ തണല് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആരാ നാളെ നേരം വെളുക്കുമ്പോ ഇവിടെ ഉണ്ടാവണവര്? الموت باب لكل الناس داخله يا ليت شعري بعد الموت بالدار والدار دار النعيم من إن عملت بما يرضى الإله وإن خالفت ما الدار.
പ്രസംഗം സംസാരം എങ്ങനെ അതിലെങ്ങനെ ഞങ്ങൾ പോവാ കേട്ടോ. ഈ ഉദ്ദേശ ശൈലിയിലൊന്നും ഒതുങ്ങണില്ല. സംസാരം എങ്ങനെ ദീർഘിച്ചു പോവാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുന്നേ കേൾക്കണം. സിദ്ദീഖ് അക്ബർ സങ്കടപ്പെടുകയാണ്. അൽ മൗതു ബാബുൽ ലിന്നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു. സർവ്വ മനുഷ്യർക്കും കടന്നു പോകേണ്ട കവാടമാണ് മരണം. ആരും ഒഴിവില്ല ബഹുമാനികളെ, എല്ലാവരും കടന്നു പോകണം. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എന്നെ ഇതിലേക്ക്, ഇപ്പൊ നിങ്ങളെ ഇതിലേക്ക് എന്നെ ഈ സംസാരം കൊണ്ടുവന്നത്. എൻ്റെ ഹബീബ് ഒരു വാക്ക് എന്നോട് പറഞ്ഞത്. ആ വാക്ക് പറഞ്ഞിട്ട് നിസ്സാര ദിവസത്തിന്റെ ഉള്ളിൽ മൂപ്പര് മരിച്ചു. സിദ്ദീഖ് അക്ബർ തങ്ങൾ ഇരുന്നിട്ട് സർവ മനുഷ്യർക്കും കടന്നു പോകേണ്ട കവാടമാണ് മരണം. ആരാ ആ വാതിക്ക കൂടെ കടക്കാത്തവർ? ഇവിടെയുള്ള മിടുക്കന്മാരും മിടുക്കുള്ളൂ ആരെങ്കിലും ഉണ്ടോ? എന്താടോ തയ്യാറാകാത്തത്? എന്താ ഒരുങ്ങാത്തത് ആ വാതിക്ക കൂടെ കടക്കാൻ? മഹാനവറുകൾ പറയാണ്, അതിൽ കടക്കുന്നതിനെ സംബന്ധിച്ചല്ല എനിക്ക് അസ്വസ്ഥത, കടന്നതിന്റെ ശേഷം പിന്നെ എന്റെ വീട് ഏതാണെന്നുള്ളതിനെ പറ്റി ഞാൻ ഭയപ്പെടുകയാണ്. ഖബറിലാണെങ്കിൽ ഖബറിനെ പറ്റി തങ്ങൾ പഠിപ്പിച്ചു, ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ. ഖബർ ഒന്നുകിൽ സ്വർഗത്തിന്റെ തോപ്പാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ കുണ്ടാൻ. ഇതിലേതാണ് എന്റെ ഖബർ? നാളെ മഹ്ശറയിൽ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. വിജയത്തിന്റെ പാർട്ടികൾ ഇങ്ങോട്ട് മാറ്, പരാജയത്തിന്റെ പാർട്ടികൾ അങ്ങോട്ട് മാറ്. ഇങ്ങനെ തിരിക്കുമ്പോൾ ഏത് പാർട്ടിയിലേക്കാണ് എന്നെ മാറ്റപ്പെടുന്നത് തമ്പുരാനെ? ഞാൻ ആ കാര്യത്തിൽ അസ്വസ്ഥനാണ്. മരിക്കണേന്റെ മരണവേദനയുടെ കാര്യങ്ങളിൽ ഒന്നുമല്ല എനിക്ക് പേടി. മരണശേഷം എന്റെ വീട് എങ്ങനെയാണ് റബ്ബേ? ഇത് ആരാ പറയുന്നത്? അബൂബക്കറും ഫിൽ ജന്ന നബിയുനാ റസൂലുള്ളാഹി. ഇത് നബി തങ്ങളുടെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട മനുഷ്യനായത് പറയുന്നത്. ശ്രദ്ധിക്കണം. ഉറങ്ങണവരോ ഉറങ്ങിക്കോ, നിങ്ങളെ ഉണർത്താനൊന്നും ഇപ്പൊ എനിക്ക് തൽക്കാലം സമയമില്ല. ആകെ രണ്ട് മണിക്കൂറേ പറയാൻ നേരമുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇനി ഉറക്കണവരെ എണിപ്പിക്കാനും. ഉറങ്ങണവരെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ. നിങ്ങൾ ഉറങ്ങണതാണ് ഞാൻ എടുത്തോളാം. നിങ്ങൾ ഉറങ്ങണതാണ്. നമ്മൾ രണ്ടാൾ ഒഴിച്ചിട്ടും വെള്ളം ചാടുന്നില്ല. ഞാൻ എടുത്തോളാം. അവിടെ ഇരുന്നു അവിടെ ഇരുന്നോട്ടോ. ചൂടങ്ങ് ആറിക്കോട്ടെ. എൻ്റെ കുഞ്ഞായ്മയിലാർ കഞ്ഞി കുടിച്ചാൽ ചെയ്യും, അല്ലെങ്കിൽ തന്നെ താക്ക് പൊള്ളി. കുഞ്ഞായ്മയില കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോഴേ കണ്ണി കൂടെ വെള്ളം വന്നു. അപ്പൊ അപ്പൊ ബീവി പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാ. ഈ കഞ്ഞി ഇങ്ങനെ കൊണ്ട് നോക്കുമ്പോ കഞ്ഞിയുടെ മുകളിലൊരു പാടയുണ്ടാവും. അപ്പൊ ബീവി ഇങ്ങനെ നോക്കിയിരിക്കുക, കുഞ്ഞായി കഞ്ഞി കുടിക്കണത്. ഈ പ്ലാവിലെ കൊണ്ട് കോരിയിട്ട് നിറച്ച് കോരിയിട്ട് വായിലേക്കൂടെ ഒഴിച്ചു. ബീവി നോക്കിക്കില്ല, തുപ്പാൻ പറ്റുമോ? എന്തോ അതങ്ങോട്ട് ഇറക്കിയപ്പോ ഇവിടെ മുതൽ ഇങ്ങനെ അങ്ങോട്ട് പൊള്ളുവാ. അപ്പൊ അറിയാതെ കണ്ണി കൂടെ വെള്ളം വന്നപ്പോ ബീവി ചോദിച്ചേ, അല്ല കുഞ്ഞായിനെ, ഓ എന്തേ കുഞ്ഞായി നോളോളിക്കണേ? അതെ, എൻ്റെ ഉമ്മ എനിക്ക് കഞ്ഞി തരുന്ന കാര്യം ഞാൻ ചിന്തിച്ചപ്പോ ഇതുപോലെ പ്ലാവിലെ കുത്തി എൻ്റെ ഉമ്മ എനിക്ക് കഞ്ഞി തന്നത്. ഞാൻ ഇത് കുടിച്ചപ്പോ എൻ്റെ ഉമ്മാനെ ഓർത്തുപോയി. വീടോടത്ത് കിടന്നുകൊള്ളാൻ ഭയങ്കര വിദഗ്ധനാണ്. അള്ളാഹു ആ മഹാന്റെ കൂടെ സിറാത്ത് കിടക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അവിടെ ശ്രദ്ധിച്ചോട്ടോ, അവിടെ ശ്രദ്ധിച്ചോ. നബിത്തങ്ങൾ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന. 10 ആളെ പറ്റി തങ്ങൾ അങ്ങനെ പറഞ്ഞു. അല്ലോ അല്ലോ, അവരിലൊന്നും പെടാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ, അവരെ കാണാനും ഭാഗ്യം കിട്ടിയില്ലല്ലോ, അവരോടൊപ്പം കൂടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ പടച്ചവനെ. നാളെ ഇവിടെ ഇല്ല എന്നുള്ള ഉറപ്പിൽ തന്നെ ഈ സംസാരം കേൾക്കും. നാളത്തെ പ്രഭാതത്തിൽ ഞാൻ ഇവിടെ ഹയാത്തിലില്ല അല്ലാഹ്. പടച്ചവനെ, നാളത്തെ പ്രഭാതത്തിൽ എന്റെ താട നിറുകയിലേക്ക് പിടിച്ച് കെട്ടിയിട്ടുണ്ടാകും റബ്ബേ, എന്റെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടുണ്ടാകും റബ്ബേ, എന്റെ പെരുവിരലുകൾ കൂട്ടം കെട്ടിയിട്ടുണ്ടാകും റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ബോധരഹിതയായി കിടക്കുകയായിരിക്കും റബ്ബേ, എന്റെ കുഞ്ഞോമന മക്കൾ എന്റെ ജനാസയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണീരിറ്റിക്കായിരിക്കും റബ്ബേ, എനിക്ക് വേണ്ടി പള്ളിപ്പറമ്പിൽ കുഴി താഴ്ത്തപ്പെടുകയാണ് റബ്ബേ.
ഈ ഒരവസ്ഥയിൽ വിജയിക്കാൻ വേണ്ടുന്ന പദ്ധതി ആവിഷ്കരിച്ചോ പടപ്പുകളെ? ഖുർആൻ പറഞ്ഞാതാ ഇങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരാനുള്ളത്, വേറെ അവസ്ഥ ഒന്നും നിനക്ക് വരാനില്ല. നീ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളൊന്നും ഇവിടെ ഓടൂല. എന്തൊക്കെയാ ഇപ്പൊ ആസൂത്രണം ചെയ്തേക്കണത്? അൽഹംദുലില്ലാഹ് എന്തായാലും ഇപ്പൊ വാർക്കയൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ആ തേപ്പൊക്കെ നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ തീർന്നതിന് മുമ്പ് പെരയിലേക്ക് കയറി താമസിക്കണം. ഒരു താമസിക്കലും ഇല്ല. നാളെ നിന്നെ പള്ളിക്കാട്ടിലേക്ക് മാറ്റുവാ. ഓ മോക്ക് 18 വയസ്സാകാൻ പോണു. ഇനി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിന്നാ പറ്റൂല. പെമ്പിള്ളേരെല്ലാം മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് 18 അങ്ങോട്ട് പൂർത്തിയായാൽ ഉടനെ നിക്കാഹ് നടത്തണം, പുതിയാപ്പിളനെ കണ്ടെത്തണം. നടക്കൂലടാ, കണ്ടെത്തലും നടക്കൂല, നിക്കാഹും നടക്കൂല. നിന്റെ മോളെ നിക്കാഹ് ചെയ്ത് കൊടുക്കണം. നിന്റെ മോനായിരിക്കും നിന്നെ പള്ളിക്കാട്ടിലേക്ക് മാറ്റാൻ പോവുക. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം നടക്കുമെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉറപ്പായിട്ട് നീങ്ങുകയാണ്. ഉറപ്പായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഉറപ്പുള്ള കാര്യം. മരണമാകുന്ന കവാടത്തിലൂടെ കടന്നു പോകണം പടപ്പുകളെ, അതുറപ്പാ. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ടാ നബി തങ്ങൾ പറഞ്ഞത് അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്. ആ അബൂബക്കറാ പറയുന്നത് പടച്ചവനെ, മരണം മനുഷ്യർക്കെല്ലാം കടന്നു പോകേണ്ട ഒരു കവാടമാണ്. പക്ഷേ കടന്നതിന്റെ ശേഷമുള്ള എന്റെ വീട് ഏതാണെന്ന് ഞാൻ ഭയപ്പെടുകയാണ് റബ്ബേ. ഇത്ര ഗ്യാരണ്ടി കിട്ടിയ മനുഷ്യനെ പറഞ്ഞേ. ഇത് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നുണ്ട് രണ്ടാമത്തെ ആൾ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുകയാണ്, ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് നോക്കി നബി തങ്ങൾ പറഞ്ഞതാ ഉമറും ഫിൽ ജന്ന നബിയുനാ റസൂലുള്ളാഹി. ഉമർ സ്വർഗ്ഗത്തിലാണ്. 10 ആളെ പറ്റി അങ്ങനെ പറഞ്ഞു, ഉമർ സ്വർഗ്ഗത്തിലാണ്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ പറയുകയാണ്, എന്താ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത്? മരണമല്ല എനിക്ക് പേടി, മരണശേഷമുള്ള എന്റെ അവസ്ഥയെ പറ്റിയാണ് പേടി. ഇത് കേട്ടപാടെ ഉമറുൽ ഫാറൂഖ് തങ്ങളെ നിങ്ങള് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ വീട് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വീട് അനുഗ്രഹത്തിന്റെ വീടാണ്. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ നിങ്ങൾക്ക് നാളെ കിട്ടാനിരിക്കുന്ന വീട് പടച്ചതമ്പുരാൻ പൊരുത്തപ്പെട്ട അനുഗ്രഹത്തിന്റെ വീടാ. അല്ലാഹുക്ക് എതിരായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടാണ് ഇതാണെന്ന് പറയാൻ നിങ്ങളുടെ വീട് ഏതാണെന്ന് പറയാൻ ഞാൻ തൽക്കാലം തയ്യാറല്ല. അള്ളാഹ്ക്കെതിരെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ നരകത്തിലാണെന്ന് പറയാൻ മൂപ്പർക്ക് മനസ്സ് വന്നില്ല. കാരണം എന്താ? നബി തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞുപോയി അബൂബക്കറും ഫിൽ ജന്ന. അപ്പൊ ഞാൻ ഉമർ സിദ്ദീഖുൽ അക്ബർ നരകത്തിലാന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ വാക്കിനെ ഖണ്ഡിക്കലാകും. അതുകൊണ്ട് അള്ളാഹ്ക്ക് എതിരായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട് ഏതാണെന്ന് പറയാൻ ഞാൻ തൽക്കാലം ഒരുക്കമല്ല. നോക്കിക്കേ, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ മരണവും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലങ്ങ് ഭയപ്പെട്ടെങ്കിൽ ജനങ്ങളെ പറയുന്ന എന്റെ അവസ്ഥ എന്താ, കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്താ? ഈ കൂടലൊക്കെ ഇതിനൊരു കാരണമാകട്ടെ ബഹുമാനികളെ. ജീവിതത്തിനൊരു തിരുത്തൽ വരാൻ, നന്നായിട്ട് മരിക്കാൻ. ഞാനിത് പറഞ്ഞു വന്ന എന്റെ ഹബീബിന്റെ മരണമാണ്. സുബഹിക്ക് മനുഷ്യൻ മേക്കാലടി ജുമാഅത്ത് പള്ളിയിൽ സുബഹി നമസ്കരിച്ചു ജമാഅത്തായിട്ട്. ആ മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോൾ ഞാനും അവിടെ സന്നിഹിതനാണ്. ഖബറിലേക്ക് ജനാസ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുകയാണ്. മഗ്രിബിന്റെ ജമാഅത്ത് അവിടെ നടക്കുന്നു, പരിയുള്ള ഹജിയില്ല. അദ്ദേഹം എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഉസ്താദേ, നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം പീഡനങ്ങളും ദുരിതങ്ങളും അസ്വസ്ഥതയും ഈ സമുദായത്തിന് നേരിടേണ്ടി വന്നെങ്കിൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും ഉസ്താദേ? നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ആ പാവപ്പെട്ടവൻ ഭയപ്പെട്ടത് അതാണ്. മഹാമാരുടെ ദുആയിൽ പെട്ടതാ. ഫിത്ന വരുമെങ്കിൽ, ഫിത്ന ഇത് സമുദായത്തിന് അല്ലാഹു തആല കൊടുക്കുന്ന, ഈ ദുനിയാവിൽ അല്ലാഹു തആല ശിക്ഷിച്ചുകൊണ്ട് ആഖിറത്തിൽ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്ന 3 പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഫിത്ന. ഇന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുക സമുദായം. അതുപോലെ പ്രകൃതി ദുരന്തം. കഴിഞ്ഞ വർഷം വെള്ളം കയറിയപ്പോൾ ആളുകൾ പറഞ്ഞു
ഇത് ഏതാണ്ട് ഒരു 100 കൊല്ലത്തിന്റെ അപ്പുറമുണ്ടായ സംഭവമാണല്ലോ, ഇനി ഇല്ലല്ലോ. എല്ലാ കൊല്ലവും വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ കൊല്ലം വെള്ളം കയറിയപ്പോൾ കേരളത്തിൽ ഒരു മനുഷ്യരും മരിച്ചില്ലെങ്കിൽ ഇത്തവണ വന്നപ്പോൾ ഈ സമയം വരെയും ജനാസ കിട്ടാത്തത് സർക്കാർ മരിച്ചുവെന്ന് പ്രഖ്യാപിച്ച് വിധി എഴുതി കൊടുത്തു. ഒരു 10-70-80 അടി താഴ്ചയുള്ള സ്ഥലം നികന്ന് മുകളിലുള്ള മണ്ണിനോടൊപ്പമായി കിടക്കുകയാണ്. ഞാൻ ഈ മിനിഞ്ഞാന്ന് 4 നാൾ പോയി കണ്ടു. ഈ കഴിഞ്ഞ ശനിയാഴ്ച പോയി നേരിട്ട് കണ്ടു. മിനിറ്റുകളെ കൊണ്ട് നാമാവശേഷമായി. ഇതൊന്നും അവസാനിച്ചിട്ടില്ല, ഇതിന് കൂടി വരികയുള്ളൂ. സുനാമി കൂടി വരും, കൊടുങ്കാറ്റ് കൂടി വരും, പേമാരി കൂടി വരും, ഭൂമികുലുക്കം കൂടി വരും. ഇതെല്ലാം ഏറി വരുന്നതാണ്. ജീവനോടെ എന്റെ സമുദായത്തിന് മണ്ണിന്റെ അടിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന കാലഘട്ടം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയകളിലായിരിക്കും. ഏറ്റവും വലിയ സുനാമി വന്നത് എവിടെയാ? ഇന്തോനേഷ്യയിലാ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. എന്താ ഇതിനൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്? ഏറ്റവും കൂടുതൽ റൂട്ട് മാറി സഞ്ചരിക്കുന്നത് സമുദായമാണ്. ബഹുമാനികളെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങളെല്ലാം വരുമ്പോൾ, ഇങ്ങനെയുള്ള അപകടകരമായ അവസ്ഥകളെല്ലാം വരുമ്പോൾ നിങ്ങളും അതിനകത്ത് പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ പെടുമ്പോൾ മുസ്ലിമായിട്ട് പെടണേ. ഇതൊക്കെ അള്ളാന്റെ റസൂൽ നമുക്ക് മുൻകൂട്ടി അറിയിച്ചത് എന്തിനാണെന്നറിയോ? ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഈ രാജ്യത്തുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എതിർ ദിശയിലേക്ക് നീന്തണേ. സമുദായം പോണ വഴിക്ക് പോകരുത്. പിന്നെ അള്ളാഹും റസൂലും പറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങണേ. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവരുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ടിട്ട് നാശം വന്ന് വീഴുമ്പോൾ നിങ്ങളും അതിനകത്ത് പെട്ടുപോകും. നല്ലവരെ മാറ്റൂല. ഈ കണ്ണൂർ പുതിയങ്ങാടിയിൽ അള്ളാഹു ഒരു നാശം ഇറക്കിയാൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഇറക്കിയാൽ ഈ ഇരിക്കുന്ന നല്ലവരെ ഒഴിവാക്കിയിട്ടല്ല ഇറക്കുക. ഇരിക്കുന്നൊക്കെ ഈ നാട്ടിലെ നല്ല മനുഷ്യന്മാരാ. നല്ലവരല്ലെങ്കിൽ പിന്നെ നിങ്ങളിവിടെ വന്നിരിക്കുവോ? വല്ലയിടത്തിലും മലന്ന് കിടന്ന് വല്ല ടിവിയും വല്ല വേദമൊക്കെ കണ്ട് വല്ലയിടത്തും കിടന്നൂടെ? നിങ്ങൾ ഈ മാതിരി ഇങ്ങനെ കുത്തിയിരിക്കുന്നതിനെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരായതുകൊണ്ടാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഒരു ഒരു ശിക്ഷ ഇറങ്ങുമ്പോ ഒരുമിച്ച് ഇറങ്ങുള്ളൂ. നിങ്ങളും അതിനകത്ത് പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ പെടുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ദുനിയാവിൽ ശിക്ഷ കിട്ടിക്കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടണം. ഇതാണ് മിത്തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ കൊലപാതകങ്ങൾ വരും, സിൽസിൽ വരും, പ്രകൃതി ദുരന്തങ്ങൾ വരും, ഫിത്ന വരും. ഫിത്നയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ആസാമിൽ നിന്ന് വന്ന് കർണാടകയിൽ എത്തി നിൽക്കുന്ന പൗരത്വ രേഖ ഒരു ഫിത്നയാണ്. അസ്വസ്ഥതയായില്ലേ? ഹിന്ദുക്കൾ ഭയപ്പെടണ്ട, ക്രിസ്ത്യാനികൾ ഭയപ്പെടണ്ട, ബുദ്ധന്മാര് ഭയപ്പെടണ്ട, ജൈനർ ഭയപ്പെടണ്ട, സിഖുകാർ ഭയപ്പെടണ്ട. അവർക്കൊന്നും പൗരത്വ രേഖ ഇല്ലെങ്കിലും വിഷമിക്കണ്ട. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പരസ്യമായി പറയുമ്പോൾ പിന്നെ ആരാണ് ഭയക്കേണ്ടത്? മുസ്ലിമേ, നീയാണ് ഭയക്കേണ്ടത്. ഇതിന്റെ പേരാ ഫിത്നാന്ന്. അസ്വസ്ഥതയായില്ലേ? ഇതിനൊക്കെ എന്താണോ പരിഹാരം? ഭരണം മാറലാണോ? അല്ല, ഭരിച്ചോട്ടെ. അല്ലാഹു തആലയാണ് അവരെ ഭരണരംഗത്ത് എത്തിച്ചത്, അല്ലാഹു എത്തിച്ചത്. നീ എന്ത് ചെയ്യണം? ഈ ഫിത്ന വരുമ്പോൾ രക്ഷപ്പെടാൻ നീ റബ്ബിനോട് കാവൽ തേടണം. പ്രശ്നങ്ങൾക്ക് പോകാനല്ല പറഞ്ഞ, നീ ശൈലി മാറ്റിക്കൊള്ളണം. ആത്മധൈര്യം വരട്ടെ മുസ്ലിമേ, ഭയപ്പെടാതിരിക്കേ. ഫിത്ന വരുമ്പോൾ പടച്ച തമ്പുരാനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതിയാൽ 4 കാര്യത്തെ സംബന്ധിച്ച് അഭയം തേടാതെ തങ്ങൾ സലാം വീട്ടുകയില്ലായിരുന്നുവെന്ന് സ്വഹീഹായ ഹദീസുകൾ എടുത്തു നോക്കിയാൽ കാണാം. 4 കാര്യങ്ങളെ സംബന്ധിച്ച് അഭയം തേടാതെ നബി സലാം വീട്ടൂല. എന്നൊക്കെ ഇപ്പൊ സുന്നത്തിരിക്കുന്ന ആൾക്കാർ വേഗം സലാം വീട്ടുവാണല്ലോ. ഒരൊറ്റ നിസ്കാരത്തിൽ നബി തങ്ങൾ അഭയം തേടാതിരിക്കില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4 കാര്യം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ട
അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അത്തഹിയ്യാത്ത് ഓതി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് സലാം വീട്ടല്ലേ. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. ഇത് രണ്ടും വലിയ പ്രശ്നാ. ഖബറിലെ ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം റബ്ബേ. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതകാലത്തും മരണസമയത്തുമുള്ള ഫിത്നയിൽ നിന്നും രക്ഷപ്പെടുത്തണേ റബ്ബേ. കാവലിനെ ചോദിക്കുകയാണ്. ജീവിതകാലത്തുള്ള ഫിത്നയാണ് നമ്മെ കേട്ടോണ്ടിരിക്കുന്നത്. അള്ളാഹിനോട് സഹായം തേടണം, ചോദിക്കാനാ പടച്ചോൻ പറഞ്ഞു. ലാ യറുദ്ദുൽ ഖദാ ഇല്ലാ ബിദ്ദുആ നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹുവേ ചോദിക്ക് പടപ്പുകളെ, ചോദിക്കാതെ കിട്ടൂല. ചോദിക്കേണ്ടത് എങ്ങനെയാ? അതും ഖുർആൻ പറയുന്നുണ്ട്. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. പഴമത്തരത്തിലേക്ക് മടങ്ങ് ഹബീബേ. പടച്ചതമ്പുരാന് പരിശുദ്ധമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഓതിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവോട് ദുആരക്ക്. ഖുർആൻ പറയാൻ മടങ്ങിക്കോ, കഞ്ചാവൊന്നും വേണ്ടാന്ന് പറ മക്കളോട്. ഇന്നലെ എന്നെ കൂടെ കൊണ്ടുവന്ന നമ്മുടെ ഡ്രൈവർ, നമ്മുടെ ശിഷ്യൻ പയ്യൻ, അവൻ പറയാ, ഉസ്താദേ ഇന്നലെ പിന്നെ എക്സൈസുകാർ പിടിച്ചിരിക്കുന്നു. ഇന്ത്യയില് ഒരു മയക്കുമരുന്നുകാരും കൊണ്ടുവരാത്ത ഒരു മയക്കുമരുന്ന്. ആരാ കൊണ്ടുവന്നത്? കൊണ്ടുവന്നത് വേറെ ആരുമല്ല, കൊണ്ടുവന്നൊക്കെ ഞമ്മന്റെ ജാതി. ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയിൽ പിടിക്കപ്പെട്ട പേര് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ സുൽഫീഖർ, അല്ലെങ്കിൽ സുലൈമാൻ, അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ. അതിനകത്ത് ജോസഫും കാണില്ല, മാണിയും കാണില്ല, കുര്യാക്കോസും കാണില്ല, കുഞ്ഞാറാണ്ടും കാണില്ല. ഇതൊക്കെ ഒരു മുസ്ലിയാർ പറഞ്ഞാൽ ശരിയാവോ? വാപ്പ പറഞ്ഞാൽ ശരിയാവോ? തങ്ങള് പറഞ്ഞാൽ ശരിയാവോ? കമ്മിറ്റിക്കാർ പറഞ്ഞാൽ ശരിയാവോ? അപ്പൊ പിന്നെ മോളിൽ നിന്ന് ശരിയാക്കില്ല തന്നെ. അടി തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങളെയൊക്കെ തല്ലണ എന്തിനാ ആവശ്യമില്ലാതെ? അതിനാ ഇപ്പൊ മറുപടി പറഞ്ഞേ. തഖൂ ഫിത്നത്തുൻ ലാ തുസീബന്നല്ലദീന വലമു മിൻകും ഖാസ്സ. തിരിച്ചിട്ട് ഒരു വാർത്ത തിരിച്ചിട്ടില്ല, മൊത്തം. അല്ലാഹുവേ, ബലഹീനമായ ഈമാനിന്റെ വക്താക്കളെ പടച്ചവനെ, ഈ പറയണ പാപിയും ഈ കേൾക്കുന്ന നിന്റെ അടിയാറുകളെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പരീക്ഷണത്തിലൊന്നും അകപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനോട് ചോദിക്കാൻ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ടിട്ട് ദ്വാരക്കാൻ. ഇന്നലില്ലാഹി തിസ്അത്തും വതിസ്ഊന ഇസ്മ വമൻ അഹ്സാഹാ ദഖലൽ ജന്ന നബിയിനാ റസൂലുള്ളാഹി. നബിതങ്ങൾ പറയാ, പടച്ചവനക്ക് 99 പേരുണ്ട്. ആ 99 പേരിനെ ഒരാൾ സൂക്ഷിച്ചാൽ അയാൾ സ്വർഗത്തിലാ. ഓ അല്ലാഹു അക്ബർ. സ്വർഗത്തിൽ കടക്കൂന്നല്ല പറഞ്ഞ, സ്വർഗത്തിൽ കടന്നു. അപ്പൊ അതൊക്കെ ഉണ്ടോ പറ? ആകെ മോശമായി. നമ്മുടെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവം, എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ അപ്പൊ അവരങ്ങോട്ട് ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടിയിട്ട് അങ്ങോട്ട് വിളിക്കും പടച്ചോമ്പരാന്റെ പേര്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഴി, അന്തൽ ഹാദി അന്തൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ അസീസു യാ ഗഫാർ യാ ജലീലു യാ ജബ്ബാർ. അങ്ങനെ 99 അങ്ങോട്ട് വിളിച്ചിട്ട് ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഹസ്ബനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നമ്മുടെ മുൻഗാമികളുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു. വരൾച്ച വന്നാൽ, കോളറ വന്നാൽ, കേസുകൾ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ, മാരാരോഗങ്ങൾ വന്നാൽ, വിഷമങ്ങൾ വന്നാൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. ഒരുമിച്ച് കൂടിയിട്ട് അസ്മാഉൽ ഹുസ്ന പറയാൻ. അല്ലാഹുവിന്റെ പേര് യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മലിക്, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ, യാ മുതകബ്ബിർ. ഇങ്ങനെ 99 യാ സബൂർ. അവിടെ വരെ അങ്ങോട്ട് വിളിക്കുക. ആ വിളിയായി വിളിച്ചത് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഴി, അന്തൽ ഹാദി അന്തൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. ഉണ്ടാ പുതിയങ്ങാടിയിലുണ്ടാ ഈ പരിപാടിയൊക്കെ?
പുതിയങ്ങാടിയിൽ ഏതെങ്കിലും വാപ്പ അങ്ങനെ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? മാസികയൊക്കെ ഇങ്ങനെ കഷത്തിൽ വെച്ചോണ്ട് ചെറുക്കൻ ഗേറ്റിങ്ങ പോയി, അങ്ങനെ ഗേറ്റിങ്ങ പോയി വീട്ടില് പരിപാടി അടക്കുകയാണ്. യാ അലീമു യാ കബീർ യാ ഹകീമു യാ ഖദീർ അവിടെ അടക്കുകയാണ്. അപ്പൊ ചെറുക്കൻ ഇങ്ങനെ ഇത് മാസിക കഷത്തിൽ വെച്ചോണ്ട് ഗേറ്റിങ് പോയിക്കുമ്പോ അവന്റെ കൂട്ടുകാർ വരും. എന്താ സഹോദര? എനിക്കറിയാം വാപ്പാക്ക് പിരാന്താണ്. മുഹ്യിദ്ദീൻ റാത്തീബ് ആമോ ഒരു 10-20 കിലോ തൂക്കമുള്ള ആടെ അറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അതിന് അറുത്ത് കുറെ തലക്കെട്ടി ഏറ്റവുമാരും വന്നിരിപ്പുണ്ട്. കുറെ ആൾക്കാരെ എല്ലാം വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിയാണ്. വാപ്പാക്ക് പിരാന്ത, വാപ്പായായി പോയില്ലേ? ശരിയാണോ? ഇവിടെ ഇല്ലായിരിക്കുമല്ലേ? എന്തേടോ എന്തേ പറ്റേ? നമ്മുടെ മുൻഗാമികൾക്കുണ്ടായ സ്വഭാവം നേർക്ക് നേരെ ഖുർആനിന്റെ നിർദ്ദേശം നടപ്പിലാക്കേണ്ടത്. മുഹ്യിദ്ദീൻ റാത്തീബ് ഒന്ന് എടുത്തു നോക്കി, അതിനകത്ത് അസ്മാഉൽ ഹുസ്ന അല്ലാത്ത വേറെ ഏതെങ്കിലും ഉണ്ടോ അള്ളാന്റെ പേരല്ലാത്തത്? 25 ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരേയിരുന്നോവർ. സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു യാ അല്ലാഹ് യാ അല്ലാഹ് ഒരൊറ്റ വിളി. 25 കൊല്ലം അള്ളാന്റെ ആ പേര് വിളിച്ചുകൊണ്ടിട്ട് ഈ ദുനിയാവിലൂടെ കറങ്ങി. ചുമ്മാ ഭ്രാന്ത് പിടിച്ച് കറങ്ങി എന്നല്ല പറഞ്ഞേ. യാ അല്ലാഹ് എന്നൊരു വിളി വിളിച്ചാൽ 112 പ്രാവശ്യം വിളിക്കും. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. യാ റഹ്മാൻ വിളിച്ചാൽ 112 പ്രാവശ്യം വിളിക്കും. യാ റഹീം വിളിച്ചാൽ 112 പ്രാവശ്യം വിളിക്കും. ഡെയിലി അങ്ങനെ 112 പ്രാവശ്യം 99 പേരും വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ സമക്ഷത്തിലേക്ക് അടുക്കാൻ വേണ്ടി ദുനിയാവിന്റെ ചിന്തയിൽ നിന്ന് വിട്ടുകൊണ്ട് ബഹുമാനികളെ വനാന്തരത്തിലും മരുഭൂമിയിലുമായി ആ മനുഷ്യൻ 25 കൊല്ലം അല്ലാഹുവിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിട്ട് നടന്നു. 25 കൊല്ലം എത്തിയപ്പോ അല്ലാഹ് പറഞ്ഞു, ഇനി ഇരിക്കാന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ദഅവത്തിന് ഇറങ്ങ്. മുഹ്യിദ്ദീൻ ശൈഖ് മഹാനായില്ലേ? 112 പ്രാവശ്യം ചൊല്ലി ഓരോ ഇസ്മും. കൊച്ചിന് വയറ്റിളക്കം വരുമ്പോ ഉമ്മ നേർച്ചയാക്കും, പടച്ചവനെ എന്റെ കുഞ്ഞിന്റെ വയറ്റിളക്കം മാറ്റണമല്ല, ഞാൻ മുഹ്യിദ്ദീൻ റാത്തീബ് ചൊല്ലിച്ചേക്കാമല്ല. അങ്ങനെ മുഹ്യിദ്ദീൻ റാത്തീബിന്റെ ഡേറ്റ് തീരുമാനിച്ചു. ബാവാ മുസ്ലിയാരാണ് അമീർ. എന്റെ പേര് ബാവാ മുസ്ലിയാർ എന്നാണ്. അങ്ങനെ ബഹുമാനികളെ ബാവാ മുസ്ലിയാരുടെ കൂട്ടത്തിൽ 10-12 ആളെ വിളിച്ചോണ്ട് വന്നു. 6 ആൾ ഇങ്ങോട്ട് തിരിഞ്ഞ്, 6 ആൾ അങ്ങോട്ട് തിരിഞ്ഞ്. വീട്ടുകാരൻ കാക്കായും ചിലപ്പോ വന്നിരിക്കും ഗതികേടിന്. അങ്ങനെ വന്നിരുന്ന ബാവാ മുസ്ലിയാർ ഇടങ്ങേറായി. തസ്ബീഹ് പിടിച്ചങ്ങനെ ബാവാ മുസ്ലിയാരാണ്. അങ്ങനെ അങ്ങോട്ട് ചെല്ലും. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി. ഇവിടെ ഇരിക്കുന്ന 6 ആൾ ചെല്ലും. അപ്പൊ അപ്പുറേക്കുന്ന 6 ആൾ അല്ലാഹു ഷാഹിദി അല്ലാഹു ബഈ. അപ്പൊ ബാവാ മുസ്ലിയാർ 2 തസ്ബീഹ് മറിക്കും. ആകെ ഒരെണ്ണായിട്ടില്ല, 2 തസ്ബീഹ് മറിക്കും. അങ്ങനെ ബഹുമാനികളെ മാക്സിമം പോയ ഒരു 33 പ്രാവശ്യം ചെല്ലും, അല്ലെങ്കിൽ 11 പ്രാവശ്യം ചെല്ലും. അപ്പൊ അടുത്തിരിക്കണ വീട്ടുകാരൻ കാക്ക വയ്ക്കും, ബാവുസ്താദെ ഓ ഇത് 112 ആണല്ലോ മൗലൂദ് കിതാബിൽ എഴുതിയേക്കണത്, ബാവുസ്താദ് എന്താ 12 ആയിപ്പോ നിർത്തിയത്? അതെ, അച്ചടി പശു വന്നേക്കണതാ, 112 അല്ല 12 ശരി ഉണ്ടാ. അങ്ങനെ 12 ചൊല്ലി വാച്ചേര് നോക്കി. വടച്ചവനെ കഴിഞ്ഞ കൊല്ലം കാക്ക 1000 രൂപ തന്നെ, ഇപ്പൊ സാമ്പത്തിക മാന്ദ്യൊന്നും പറഞ്ഞാൽ ഒടുക്കത്താവാൻ 500 വരുമോന്ന് അറിയാൻ പാടില്ല. ഇലാഹി അന്ത മഖ്സൂദി വരിളോക മത്ലൂബി. ആ മട്ടനും ബിരിയാണിയും വിളമ്പ് കാക്കാവൊക്കെ വിളമ്പി ബാവശിലാർക്കും കൊടുത്തു, കൂടെ ഉള്ളവർക്കും കൊടുത്തു. പുറത്തേക്കിറങ്ങി ഇപ്പൊ കാണാൻ തൊട്ടി കിടക്കണ കൊച്ചിന്റെ ഒരു ഒച്ചപ്പാട്. കൊച്ചു ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞപ്പോ വാപ്പ വിളിക്കാണ്, മോളെ കൊച്ചു നുളവിളിക്കണ്ടല്ലോടി, ചെന്ന് നോക്കിക്കേ. അല്ലോ വാപ്പാ, എന്റെ മോളെ കൊച്ചു ഛർദിക്ക വാപ്പാ, അല്ലോ ഇടുക്ക് മോളെ. തൊട്ടി കിടന്ന് ഛർദിക്കുന്ന കുഞ്ഞിനെടുത്തിട്ട് മൂട്ടിൽ കൈവച്ചപ്പോ അല്ലോ വാപ്പാ, എന്റെ മോളെ വയറു അളകുക വാപ്പാ. അപ്പൊ ഗേറ്റിങ് എന്ന ചെറുക്കൻ ഓടി വന്നു. എന്തേ വയറിളക്കത്തിന്റെ കൂടെ ഛർദിയും കൂടെ തുടങ്ങിയടാ. ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ആടിനിറക്കണ്ടാന്ന്, മര്യാദയ്ക്കാൻ പറഞ്ഞതാ ബിരിയാണി ഉണ്ടാക്കണ്ടാന്ന്, മര്യാദയ്ക്ക് പറഞ്ഞതാ കാക്കന്മാരെ വിളിക്കണ്ടാന്ന്. ഇപ്പൊ കാശ് പോയില്ലേ, ഇനി കാശ് കടം മേടിച്ച് കൊച്ചിനെ ആശുപത്രി കൊണ്ടോ. എവിടെയാടോ തെറ്റിയ പറ, എവിടെയാ തെറ്റിയേ? അസ്മാഉൽ ഹുസ്നയ്ക്കാണോ തെറ്റിയത്? ആകെ തകിടം മറിഞ്ഞു. ചെല്ലൂലെന്ന് മാത്രമല്ല, ചെല്ലണവരെ ആക്ഷേപിക്കുകയാണ്. ഇത് ആരാടോ നേരെയാക്കണത്? മോളിൽ നിന്ന് നേരെയാക്കണം.
മോളിന്ന് നേരെയാക്കണതായി കണ്ടുകൊണ്ടിരിക്കണം. ഈ ഹദീസ് എനിക്ക് വിശദീകരിക്കണമെന്നുണ്ട്. മതപരമാകുന്ന വിജ്ഞാനം കുറയും, പിശുക്കന്മാർ അധികരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. ഏതാ പിശുക്കന്മാരെന്ന് പറയുന്നത്? ഇന്ന അബ്ഖലന്നാസ് മയ്യുദ്കറ ഇൻദഹു ഫലം യുസല്ലി അലയ്യ നബീന റസൂലുള്ളാഹി. സലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഇന്ന് സലാത്ത് ചൊല്ലാൻ സമുദായത്തിലെ ആളുകൾ തയ്യാറല്ല. ഇതെല്ലാം യഹൂദന്റെ കളിയാ. യഹൂദനെ ഇറക്കിയിട്ട് നിങ്ങളെ ഭിന്നിപ്പിച്ചു. ഇസ്ലാംകാര് ആറാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭിന്നിക്കൂല, പറ്റിയ പോയിന്റുകൾ ഇട്ടിട്ട് നിങ്ങളെ ഭിന്നിപ്പിച്ചു. അങ്ങനെ ഭിന്നിപ്പിച്ച് നിങ്ങളുടെ ശക്തി ക്ഷയിപ്പിച്ചു. ഇതെല്ലാം യഹൂദന്റെ പണിയാ. കണ്ട ബഹുമാനികളെ, ചെയ്തുകൊണ്ടിരുന്ന ദിക്റുകളും തസ്ബീഹുകളും എന്നിട്ടുള്ള സമുദായത്തിനെ പിന്നോട്ട് മാറ്റി. ഇന്നില്ല, ഇന്ന് അസ്മാഉൽ ഹുസ്ന ഇല്ല. മര്യാദയ്ക്ക് മടങ്ങിക്കോ. മക്കളെ കൊണ്ടൊക്കെ അസ്മാഉൽ ഹുസ്ന ചെല്ലിപ്പിക്കും പെങ്ങന്മാരെ. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അത് കാണാതെ പഠിപ്പിക്കുക. അസ്മാഉൽ ഹുസ്ന ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കാനുള്ളതല്ല, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഡെയിലി മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്ക്. എന്നിട്ട് ദുആറക്ക് അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അർഹം ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഫർരിജ് അൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ദുആറക്കുന്നവരെ മുഹിയുദ്ദീൻ ശൈഖിന്റെ പാർട്ടിയിലേക്ക് അല്ലാഹു തആല ചേർക്കുമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ദുആറക്കാൻ പറ്റുമോ? വിശാല മനസ്സുള്ളവർക്ക് അങ്ങനെ ദുആറക്കാൻ പറ്റുള്ളൂ. 3 ദുആ ഗസാലി ഇമാം തങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. 3 ദുആ നിങ്ങളുടെ ജീവിതത്തിൽ ദുആകളിൽ പതിവാക്ക്. നിങ്ങളെ അല്ലാഹു തആല ആരിഫീങ്ങളിലേക്കും ആരിഫത്തുകളിലേക്കും ഉയർത്തുന്നതാണ്. ആരിഫീങ്ങൾ, ആരിഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം ഭാഷയെ പറഞ്ഞാൽ ഔലിയാക്കന്മാര്. നഫീസത്തുൽ മിസ്രിയുടെ പാർട്ടി, റിഫായി ശൈഖിന്റെ പാർട്ടി, അവരിലേക്ക് നിങ്ങൾ ചെന്നുമുട്ടും. 3 ദുആകൾ നിങ്ങൾ പതിവാക്കിയാൽ. എന്താ ദുആ? കച്ചവടം നന്നാവണേന്നല്ല, മോക്ക് കൊച്ചുണ്ടാവണേന്നല്ല, മോനക്ക് ഗൾഫിലേക്ക് വിസ കിട്ടണേന്നല്ല. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങാത്തവര് ശ്രദ്ധിക്കുക. പടച്ചവനെ, നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ സമുദായത്തിന്റെ സ്ഥിതി നീ നന്നാക്കണേ അല്ലാഹ്. നമ്പർ 1. ഒന്നാമത്തെ ദുആ, പടച്ചവനെ നബി തങ്ങളുടെ സമുദായത്തിന്റെ സ്ഥിതി നന്നാക്കണേ അല്ലാഹ്. എന്താ സ്ഥിതി? സ്ഥിതി മോശമായി, സുന്നത്തില്ല, സമുദായത്തിൽ നിന്ന് സുന്നത്ത് പോയി. ഖുർആൻ പറയാൻ, നിങ്ങളിൽ റസൂലുള്ള ഉണ്ടോ, നിങ്ങളെ ആരും ഉപദ്രവിക്കൂല. നബിയെ നമ്മൾ കൈവിട്ടു. ദ്വാരക്കാവർച്ചവനോട് റബ്ബേ സമുദായത്തിന്റെ സ്ഥിതി നന്നാക്കണേ എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യകളിലേക്ക് സമുദായത്തിന് മടക്കണേ റബ്ബേ. ഒന്നാമത്തെ ദുആ. സുന്നത്തില്ല. സുന്നിയാണോ സുന്നി ഒക്കെ സുന്നി, സുന്നത്തില്ല. മരിച്ചാ തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, സൂക്കേട് വന്നാ തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, നിക്കാഹ് വന്നാ തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, ഭക്ഷണത്തളികയിൽ തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, വേഷവിധാനം തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട പോലെയല്ല. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട പോലെയല്ല. സുന്നത്തുകൾ പോയി. ഒന്നാമത്തെ ദുആ, സമുദായത്തിന്റെ സ്ഥിതി നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അർഹം ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ദുആ, അല്ലാഹുവേ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ലോകത്ത് നിഷ്കരുണമായ നിലയിൽ അക്രമം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദായം മാത്രമാണ്. ആട്ടിയോടിക്കപ്പെടുന്നത് സമുദായമാണ്, പീഡിപ്പിക്കപ്പെടുന്നത് സമുദായമാണ്, ബലാത്സംഗം ചെയ്യപ്പെടുന്നത് സമുദായമാണ്, മാതാവിന്റെ മടിത്തട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകപ്പെടുന്നതും ഈ സമുദായത്തിൻ്റെതാണ്, ജയിലറകൾ നിറയ്ക്കപ്പെടുന്നത് സമുദായത്തിൻ്റെതാണ്. ബഹുമാനികളെ, നാട് വിട്ടോടേണ്ടി വരുന്നതായ ആളുകളും ഈ സമുദായത്തിൻ്റെതാണ്. അല്ലേ? ആരാവുമാനികളെ അഭയാർത്ഥികള്, ആരാവുമാനികളെ അഭയാർത്ഥി ക്യാമ്പില്, ആരാവുമാനികളെ ജയിലറകളില്,
ആരുടെ ബഹുമാനികളെ പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നത്? ആരുടെ മക്കളെയാണ് ബഹുമാനികളെ പച്ചയായി പിടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഈ സമുദായത്തിൻ്റെതാണ്. ദുആ ചെയ്യേ, അല്ലാഹുമ്മർഹം ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, നബി തങ്ങളുടെ സമുദായത്തിനോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. രണ്ടാമത്തെ ദുആ. നമ്മുടെ കാര്യം തന്നവനെന്നല്ല പറയണേ, സമുദായത്തിന്റെ കാര്യമാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റും. ആരിഫീങ്ങളുടെ പദവിയിലേക്ക് ഉയർത്തുന്നു. എന്താ ഈ പറഞ്ഞ ചെറിയ കാര്യമാണോ? 3 ദുആ. അല്ലാഹുമ്മ ഫർരിജ് അൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം അകപ്പെട്ട ദുരിതത്തിൽ നിന്നും നീ മോചനം കൊടുക്കണം തമ്പുരാനേ. മോചനം കൊടുക്കണോ? ഗോണ്ടനാമയും ബനൂ ഖറീബും മാത്രമല്ല, ജയിലറ ഇന്ന് ഇന്ത്യ രാജ്യവും ആ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മോചനം കൊടുക്കണം പടച്ചവനെ. എന്താ അവസ്ഥ? എന്താ അവസ്ഥ? അല്ലാഹുവേ, അല്ലാഹുവേ, കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഭയാനകമാണ് ബഹുമാനികളെ. ഭീകരമാണ്, ഭീകരമാണ്. വിളക്ക് കത്തിക്കാൻ അനുവാദമില്ല. വിളക്ക് കത്തിക്കാൻ അനുവാദമില്ല. വീട്ടിലേക്ക് കയറി വന്നാൽ പുരുഷന്മാരെ അകത്ത് കയറി പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവരുന്നു. കുടുംബത്തിലെ സ്ത്രീകളടക്കം എല്ലാവരും അത് കണ്ടുകൊണ്ട് നിൽക്കണം. ഓരോരുത്തരെയും അടിച്ച് ചമ്മന്തിയാക്കിയതിന്റെ ശേഷം പിന്നെ നടക്കുന്ന ക്രിയ പറയാൻ പറ്റുമോ? ഇയ്യാകും വഖദറാഉദ്ദിമൻ ഖീല വമാ ഖദറാഉദ്ദിമൻ യാ റസൂലല്ലാഹ് ഖാല അൽ മർഅത്തുൽ ഹസന ഫിൽ മംബത്തി സൂഇ നബിയിനാ റസൂലുള്ളാഹി. സമുദായത്തിലെ പെൺകുട്ടികളെ സംബന്ധിച്ച് നബിത്തങ്ങൾ നൽകിയ ഒരു വിശേഷണം. പടച്ചവനെ, ഈമാൻ ബലഹീനമായ പാവങ്ങളാണ് അല്ലാ. താങ്ങാൻ പറ്റാത്ത പരീക്ഷണത്തിലേക്കൊന്നും എത്തിക്കല്ലേ അല്ലാ. റഹ്മാനായ പടച്ചവനെ, സമാധാനത്തോടെ ശാന്തിയോടെ അല്ലാഹുവേ നിർഭയമായി പടച്ചവനെ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ, നിർഭയമായി കെട്ടിയുണ്ടാക്കിയ വീട്ടിൽ താമസിക്കാൻ, നിർഭയമായി ഭാര്യമാരോടും മക്കളോടും ഒപ്പം മരിക്കുന്നവരും ജീവിക്കാൻ പടച്ചവനെ നീ അനുവദിക്കണേ റബ്ബേ. ഭാഗ്യമുള്ളവരാ കേരളക്കാരും, വലിയ ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാ. ജുമാ നമസ്കരിക്കാൻ നിവൃത്തിയില്ലാതെ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഈ ലോകത്ത്, ഈ ആകാശത്തിന്റെ താഴെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഒരു ജുമാ നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ അല്ലാ, എന്റെ മോളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലാ, എന്റെ 9 വയസ്സായ എന്റെ കുഞ്ഞുമോനെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ അല്ലാ. 9 വയസ്സായ കുഞ്ഞിനെ വരെ ഉമ്മാടെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോവാ. 9 വയസ്സായ കുട്ടീനെ വരെ. ആൺകുട്ടികളെ സഹോദരിമാരെ, സഹോദരന്മാരെ, പടച്ചോൻ ചെയ്ത അനുഗ്രഹമല്ലേ, മക്കളുടെ കൂടെയല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങളുടെ പള്ളിയിലല്ലേ ജുമാ നിസ്കരിച്ചത്? നിങ്ങളുടെ വീട്ടിലല്ലേ നിങ്ങൾ പോയി കിടക്കാൻ പോകുന്നത്? ലൈൻ ശക്കറത്തും ലാസീദണ്ടക്കും. അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹമാണിത്. ഈ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യാൻ തയ്യാറായാൽ ഈ അനുഗ്രഹത്തിനെ ഞാൻ നിങ്ങൾക്ക് ഏറ്റിത്തരാം. വലഇൻ കഫർതും, ഈ അനുഗ്രഹമൊന്നും മനസ്സിലാക്കാതെ വീണ്ടും നിങ്ങൾ ആർഭാടത്തിന്റെയും അക്രമത്തിന്റെയും അനാചാരത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കടുകടുപ്പമാണ്. പടച്ചോനാ പറഞ്ഞത്. പടച്ചോൻ അള്ളാഹുലേക്ക് മടങ്ങും ബഹുമാനികളെ, പടച്ചോനിലേക്ക് മടങ്ങും. മക്കളെയൊക്കെ ശ്രദ്ധിക്കും ഉമ്മമാരെ. വെറുതെ പ്രസവിക്കാനും തീറ്റ കൊടുക്കാനും തടിയുണ്ടാക്കാനും മാത്രം നോക്കാതെ മക്കളെയൊക്കെ ശ്രദ്ധിക്ക്. മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും മക്കൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെയൊക്കെ നല്ല വഴി കൂടെ ചലിപ്പിക്കൂ സഹോദരിമാര്. ഞാനിന്ന് ഈ പള്ളിയിലാണ് മഗ്‌രിബ് നിസ്കരിക്കാൻ കൂടി. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടി പോകുന്നല്ലോ കുറച്ചല്ലേ, അൻസാറിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ, ആ പോത്ത് മാർക്കറ്റുള്ള പള്ളിയിൽ, തലക്കലെ പള്ളി. ഞാൻ അവിടെ മഗ്‌രിബ് നിസ്കരിക്കാൻ കയറി. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറാൻ വേണ്ടി അങ്ങോട്ട് വരുമ്പോൾ ഒരു 5-8 കുട്ടികൾ അവിടെ പന്ത് കളിക്കുന്നുണ്ട്. 8 കുറയില്ല. ഒരൊറ്റ കുട്ടിയും ആ പന്തടി നിർത്തിയില്ല. മഗ്‌രിബിന്റെ ബാങ്ക് അവിടെ വിളിക്കുന്നു, ജമാഅത്ത് തുടങ്ങാൻ പോകുന്നു. കുട്ടികൾ നല്ല ഉത്സാഹത്തോടെ കളിച്ചുകൊണ്ടിരിക്കുക. ഈ കാഴ്ച തന്നെയാണ് ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെയും കണ്ടത്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ കവാടം അങ്ങ് കടന്നു കയറുമ്പോൾ
അവിടെയും കുട്ടികൾ പന്തടിക്കുകയാണ്. ഞാൻ കൂടെ ഉണ്ടായിരുന്ന മുർഷിദിനോട് ചോദിച്ചു, യഹൂദ കുട്ടികളാ മുസ്ലിം കുട്ടികളാ? അയാൾ പറഞ്ഞു കുല്ലും മുസ്ലിം, എല്ലാ മുസ്ലിം കുട്ടികളായി പന്തടിക്കുന്നത്. മഗ്രിബിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി, അവരപ്പോഴും അവിടെ പന്തടിക്കുകയാണ്. ആരാണ് ഈ സമുദായത്തിനെ നന്നാക്കുക? ഉമ്മമാര് ശ്രദ്ധിക്കുക. വൈകുന്നേരം ആകുമ്പോ ഇത്രയുള്ള കുഞ്ഞുങ്ങളെ പിടിച്ചാൽ കിട്ടൂല നിങ്ങൾക്ക്. 9, 10, 12 ഒക്കെ വയസ്സായ കുട്ടികളാണ് അവിടെ പന്തടിക്കുക. ഞാൻ കണ്ടു. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നു, തൊട്ട് ചേർന്ന് പള്ളിയാണ്. പള്ളിയുടെ തൊട്ടാണ് ആ കുട്ടികൾ പന്തടിച്ചോണ്ടിരിക്കുന്നത്. ഉമ്മമാര് ശ്രദ്ധിക്കും. മക്കളെയൊക്കെ വിളിച്ച് കൈയൊക്കെ കഴുകി ഒന്നു എടുക്കാവുന്ന മക്കളാണെങ്കിൽ ഒന്നുമൊക്കെ ഇടിപ്പിക്കും. നിസ്കരിക്കാവുന്ന മക്കൾ പള്ളിയിലേക്ക് വിട്. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ കയറ്റിരുത്തിട്ട് മക്കളെ കൊണ്ട് ഹസ്ബി റബ്ബി ചെല്ലിപ്പിക്ക്. നമ്മുടെയൊക്കെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. നിസ്കരിക്കാൻ പ്രായമാകാത്ത മക്കളെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് ഉമ്മമാര് ചൊല്ലിക്കൊടുക്കും, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര നല്ല ദിക്റും തസ്ബീഹും സലാത്തും ചൊല്ലിയത് നോക്കി. അശ്ശേരി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പദവി ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അശ്ശേരി തങ്ങൾ ഖബറല്ല. എന്റെ ഭാര്യയോട് പറഞ്ഞു, നീ ദിവസം 100 പ്രാവശ്യം ഹസ്ബി റബ്ബി അല്ലോടോ. തങ്ങളെ ഇജാസത്ത. പല പ്രാവശ്യം പോവാറ് ഞങ്ങൾ കുടുംബമായിട്ട് ബഹുമാനപ്പെട്ടവരെടുത്തു. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് വലിയ ദിക്റാത്. വലാ യഖാഫുന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീല. അത് തന്നെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ജല്ല ജലാലായ റബ്ബേ, എന്റെ കാര്യങ്ങൾക്ക് നീ മതി റബ്ബേ. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഹൃദയത്തിൽ നീയല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ. മുഹീദ്ദീൻ ശൈഖിനെ കാണാൻ വേണ്ടി ഒരാൾ പോവുകയാണ്. കൊണ്ടുപോകുന്നത് മഹാനവറുകളുടെ മറ്റൊരു ശിഷ്യനാണ്. ശിഷ്യനെ കൊണ്ടുവന്ന് ഒരു പുതിയ ആളെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിക്ക് 2 ഭാഗത്തും കാണുന്ന തോട്ടങ്ങളും ബിൽഡിങ്ങുകളും വളർത്തു മൃഗങ്ങളെയൊക്കെ ചൂണ്ടിക്കൊണ്ടിട്ട് ഓസിലാദമിന്റെ ശിഷ്യൻ പറഞ്ഞു കൊടുത്തു, ഇതെല്ലാം ഓസിലാദമിന്റെ തോട്ടമാണ്, ഇതെല്ലാം ഓസിലാദമിന്റെ ബിൽഡിങ്ങുകളാണ്, ഇതെല്ലാം ഓസിലാദമിന്റെ മൃഗങ്ങളാണ്, വളർത്തു മൃഗങ്ങളാണ്. ഇയാളിങ്ങനെ ഓരോന്നും കേട്ടപ്പോ ഓഹോ ഓഹോ എന്ന് പറഞ്ഞ ഔലിയാക്കന്മാർക്ക് ഇത്ര സ്വത്തോ? ദുനിയാവിനെ സ്നേഹിക്കരുത്, ദുനിയാവിനെ പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഔലിയാക്കന്മാർക്ക് ഇത്ര സ്വത്തോ? ഇങ്ങനെയുള്ള ആളാണ് ഔലിയ. ഓസലാദമിന്റെ മുമ്പിലേക്ക് അസ്സലാമു അലൈക്കും. ഖുലൂബൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹു നാദിറൂന വഅജ്നിഹത്തുൻ തതീറു ബിഗൈരി റീശിൻ ഇലാ മലകൂതി റബ്ബിൽ ആലമീന. ഉള്ളു കാണാൻ കഴിവുള്ള കണ്ണ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. സലാം മടക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സഹോദരാ, ഈ ലോകം ഒരു കടലാ, ഈ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലാ മനുഷ്യര്. ഇതിലൂടെ സഞ്ചരിച്ചങ്ങ് മറുകരയിലേക്ക് എത്തണം ഈ കപ്പല്. കപ്പലിന് വെള്ളമില്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റൂല. പക്ഷെ കപ്പലിന്റെ ഉള്ളിൽ വെള്ളം കയറാൻ പാടില്ല. ശ്രദ്ധിച്ച നിങ്ങള്, വെള്ളം ഇല്ലെങ്കിൽ കപ്പൽ ഓടൂല. പക്ഷേ കപ്പലിന്റെ ഉള്ളിൽ വെള്ളം കയറാൻ പാടില്ല. മാഫി ഖൽബി ഗൈറുല്ലാഹ്. ജീവിക്കണമെങ്കിൽ വീട് വേണം, കാറ് വേണം, കച്ചവടം വേണം, ഇട വേണം, സ്വത്ത് വേണം, തോട്ടം വേണം, ഇതൊക്കെ ഇവിടെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതൊന്നും കൽബി കയറാൻ പാടില്ല. സ്വത്തില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂല. പക്ഷെ സ്വത്ത് കൽബി കയറരുത്. കൽബിനകത്ത് റബ്ബ് മാത്രം. മാഫി ഖൽബി ഗൈറുല്ലാഹ്. നീയല്ലാതെ മറ്റൊന്നും എന്റെ കൽബിലില്ല അല്ലാഹ്. അപ്പൊ കാശുണ്ടാക്കുവാണെങ്കിലോ കച്ചവടം ചെയ്യാൻ പോവാണെങ്കിലോ എന്റെ കൽബില് നീയാണ് എന്ന് പറഞ്ഞാൽ, പഠിച്ചവന് ഞാൻ കച്ചവടം ചെയ്യുന്നത് ലാഭം കൂടാനല്ല, അല്ലെങ്കിൽ ലാഭം കൂടാനാ, അപ്പുറത്തെ സ്ഥലവും കൂടി വാങ്ങാനാ, ഈ കെട്ടിടം കൂടി വാങ്ങാനാ, ഇതല്ല ഞാൻ വാങ്ങിക്കുന്നത് സ്വരുക്കൂട്ടുന്നത് എന്റെ വാപ്പായും ഉമ്മായും എന്റെ ഭാര്യയും മക്കളും ആസ്വദിക്കാന്, അവര് തിന്നാനാ, കുടിക്കാനാ, കിടക്കാന്, അവര് തിന്നുമ്പോൾ കുടിക്കുമ്പോൾ കിടക്കുമ്പോൾ. ഇതെനിക്ക് നാളെ ആഖിറത്തിലേക്ക് വലിയ സ്വത്താണ് റബ്ബേ. എങ്ങനെ വലിയ സ്വത്താവണത്? വിചാരണയില്ലാതെ അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്ന 4 ചെലവുകളാണ്. നഫഖത്തുഹു അലാ ഇയാലിഹി
നഫഖത്തു അലാ അബവൈഹി നഫഖത്തു അലാ സുഹൂരി നഫഖത്തു അലൽ ഫിത്രി. വാപ്പാക്കും ഉമ്മാക്കും ചെലവിന് കൊടുക്കുന്നത്, അവർക്ക് കിടക്കാൻ കൊടുക്കുന്നത്, അവർക്ക് സഞ്ചരിക്കാൻ കൊടുക്കുന്നത്, ഭാര്യയ്ക്കും മക്കൾക്കും കിടക്കാൻ കൊടുക്കുന്നത്, ധരിക്കാൻ കൊടുക്കുന്നത്, സഞ്ചരിക്കാൻ കൊടുക്കുന്നത്, ഇതെല്ലാം നാളെ മഹ്ശറയിൽ കണക്കില്ലാതെ കൂലി കിട്ടുന്ന സദഖയാണ്. റബ്ബേ, എനിക്ക് കാറ് വേണം. എന്തിനാ? എന്റെ കാറ് ഞാൻ മരിച്ചാലും എന്റെ മക്കളും ഭാര്യയും എന്റെ വാപ്പായും ഉമ്മായും ഉപയോഗിക്കണം. റബ്ബേ, എനിക്ക് നാളെ സമ്പത്തായി. കൽബിനകത്ത് കാറ് കയറിയില്ല, കൽബിനകത്ത് അള്ള കയറി. മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു അവ്വലു മാ ഖലഖല്ലാഹു നൂരി നബീനാ റസൂലുള്ളാഹി. പടച്ചോൻ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് അതിന്റെ പ്രകാശമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ആ നൂറാകുന്ന റസൂലുള്ളാഹിയുടെ പേരിൽ അല്ലാഹ് നീ ഗുണം ചെയ്യ റബ്ബേ. 1 നമ്പർ സലാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സീൽ ചെയ്തു. വർത്താനം പറഞ്ഞാൽ തിരിയാത്ത കുഞ്ഞുങ്ങൾ കാല കൈയൊക്കെ കഴുകി കട്ടിലേക്ക് കയറ്റിയിരുത്തിയിട്ട് ഉമ്മമാരിങ്ങനെ ചൊല്ലിക്കൊടുക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയൊക്കെ വരട്ടെ പെങ്ങന്മാരെ നമ്മുടെ കുടുംബം. അതുപോലെ പെമ്മക്കളെയൊക്കെ സൂക്ഷിച്ചോ സഹോദരിമാരെ. പൊന്നാർ നബിത്തങ്ങൾ പ്രത്യേകം താക്കീത് ചെയ്ത് പറഞ്ഞതാ. പ്രസംഗ മധ്യ നബിത്തങ്ങൾ പറഞ്ഞു ഇയ്യാക്കും ഇയ്യാക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക്. അതാ വാക്കിന്റെ അർത്ഥം. എല്ലാവരും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ഗൗരവത്തോടെ പറയാൻ പോവാൻ. അതാ നബിത്തങ്ങൾ പറഞ്ഞത്. ഖദറാഉദ്ദിമൻ, കുപ്പക്കൂനയിലെ പച്ചപ്പ് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് നബിയിന റസൂലുള്ളാഹി. കുപ്പക്കൂനയിലെ പച്ചപ്പ് നിങ്ങൾക്കറിയില്ലേ? കുപ്പക്കൂന എന്ന് പറഞ്ഞാൽ അഴുക്കൊക്കെ കൊണ്ടുവന്ന സ്ഥലം. അവിടെ മുളയ്ക്കുന്ന ചെടിയുടെ പേരാണ് പച്ചപ്പ്. നല്ല തഴച്ചു വളർന്നിരിക്കും അത്. അങ്ങനെയുള്ള കുപ്പക്കൂനയിൽ മുളയ്ക്കുന്ന പച്ചപ്പിനെ നിങ്ങൾ സൂക്ഷിക്കണേ. സഹാബാക്കൾ ചോദിച്ചു, ഖീലൗമാ ഖദറാഉദ്ദിമൻ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ കുപ്പക്കൂനയിലെ പച്ചപ്പ്? നബി തങ്ങൾ പറഞ്ഞു അൽ മർഅത്തുൽ ഹസനാഉ ഫിൽ മംബത്തി സൂഇ ഔ കമാ ഖാല റസൂലുള്ളാഹി. ദീനില്ലാത്ത കുടുംബത്തിലെ സൗന്ദര്യവതിയായ പെൺകുട്ടിയാണ്. അനുഭവിക്കല്ലേ ഉമ്മമാരെ. പെൺപിള്ളേരെ കൊണ്ട് തീ തിന്നുന്ന എത്ര ഉമ്മമാര്, എത്ര ഉപ്പമാര്. എന്തിനാ തീ തിന്നുന്നത്? പെൺകുഞ്ഞുങ്ങൾക്ക് ആവശ്യമായത് കൊടുക്കാൻ തയ്യാറായില്ല, ദീനീ ബോധം കൊടുക്കാൻ തയ്യാറായില്ല. ഇന്ന് വേദനയല്ലേ? എത്ര എത്ര പെൺകുട്ടികൾ സമുദായത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വാപ്പാക്കുമ്മാക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്നു. 1400 കൊല്ലം മുമ്പ് പറഞ്ഞ താക്കീത. ഇതെല്ലാം ശ്രദ്ധിക്കും. ഇതൊക്കെ ദിവസങ്ങളോളം വാഴ്ന്നു പറയേണ്ട വിഷയങ്ങളാ. ഞാൻ ചുമ്മാ പറക്കി പറക്കി പോണതേ കേൾക്കണം. ഉമ്മ ഉപ്പമാർ ആൺകുട്ടികളെ ശ്രദ്ധിക്കും. സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന മക്കളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. മയക്കുമരുന്നുകളും മറ്റുമൊക്കെ പോക്കറ്റിലിടുന്ന ശൈലി ഉണ്ടോന്ന് നോക്ക്. ആവശ്യമില്ലാതെ മക്കൾക്ക് പണം കൊടുക്കല്ലേ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്ക്. തലമുറയെ നശിപ്പിക്കാൻ ആസൂത്രിതമായ നീക്കങ്ങള് ഫാസിസ്റ്റ് സയനിസ്റ്റുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം തകർക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? എങ്ങോട്ട് പോയി എന്റെ സംസാരം? കബറിങ്ങ ചെന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നതാണ്. മരിക്കാൻ ഞാനങ്ങ് മരിച്ചുപോയെങ്കിൽ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ മരിക്കാൻ ആഗ്രഹിക്കേണ്ട ശൈലി ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അത് ഞാൻ ഓതിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങനെ കയറി പോന്നു വർത്താനം. ഇതെങ്ങനെ എത്തിക്കും, എവിടെ കൊണ്ട് നാക്കുന്നും പറ്റും എനിക്ക് പറയാൻ പറ്റില്ല. സമയമില്ല, തീർന്നു. മരിക്കാൻ ആഗ്രഹിക്കാം. എങ്ങനെയാ മരിക്കാൻ ആഗ്രഹിക്കണത്? ഖുർആൻ പഠിപ്പിച്ചു തരുക. മരിക്കാൻ ആഗ്രഹിക്കേണ്ടത് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅബീരിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇങ്ങനെയാണ് മരിക്കാൻ ആഗ്രഹിക്കേണ്ടത്. കടുകടുത്ത പരീക്ഷണങ്ങളിൽ കൂടി കടന്ന് മിസ്റിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ നബി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മിസ്റിന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് കൈവക്കിക്കൊണ്ട് പറയുന്നു, റബ്ബി
ഖദ് ആതൈതനീ മിനൽ മുൽക്കി, പടച്ചവനെ നീ എനിക്ക് രാജാധികാരം തന്നു റബ്ബേ. അല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസി, പടച്ചവനെ നീ എനിക്ക് അമൂല്യമായ സ്വപ്ന വ്യാഖ്യാനമാകുന്ന വിജ്ഞാനം പഠിപ്പിച്ചു തന്നു റബ്ബേ. അന്ത വലിയ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഉടമ നീയാണ് റബ്ബേ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതായ തമ്പുരാനെ, അമൂല്യമായ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അറിവ് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. മിസ്റിന്റെ രാജാധികാരം നീ എനിക്ക് തന്നു. ഇതൊന്നും ഞാൻ നിന്നോട് ചോദിച്ചതല്ല, നീ എനിക്കിതൊക്കെ ചോദിക്കാതെ തന്നതാ. എനിക്കൊന്നാ ചോദിക്കാനുള്ളത്, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലോ, മഹ്ശറയിൽ സാലിഹീങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കണേ അല്ലാ.